തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് തിരുവാതിരയ്ക്ക് ആതിര എന്നും ആർദ്ര എന്നും തിരുവാതിരയ്ക്ക് പേരുണ്ട്. നക്ഷത്ര ദേവത ശിവനാണ്, രുദ്രനാണ്. ഇത് തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രമാണ്. ഈ തിരുവാതിര നക്ഷത്രയുടെ ഗണം മനുഷ്യഗണമാണ്. യോനി സ്ത്രീയാണ്. പഞ്ചഭൂതങ്ങളിൽ ജലമാണ് ഭൂതം. മൃഗം ശ്വാവ് നായയാണ്. പക്ഷി ചെമ്പോത്താണ്. ചകോരമെന്നും ഉപ്പനെന്നൊക്കെ പറയും. വൃക്ഷം കരിമരം. അക്ഷരം ഈ ആണ്. മന്ത്രാക്ഷരം മായാണ്. രജു പ്രഥമ രജുവാണ്, അല്ലെങ്കിൽ ആദി രജു. വേദം ഖണ്ഡവേദമാണ്. വേദ നക്ഷത്രം തിരുവോണമാണ്. അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരുമായിട്ട് യാതൊരു ബന്ധങ്ങളും സ്ഥാപിക്കാൻ തിരുവാതിര നക്ഷത്രം ശ്രമിക്കരുത്. വലിയ ആപത്താണ്. ബിസിനസ്സായിരുന്നാലും കല്യാണത്തിനായിരുന്നാലും അപ്പോൾ പണമിടപാടുകളൊന്നും അവരുമായിട്ട് ചെയ്യാൻ പാടില്ല. തിരുവാതിര നക്ഷത്രം തിരുവോണ നക്ഷത്രമായിട്ട് ഒരു തരത്തിലും ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ഗോത്രം പുലഹനാണ്. നാടിക ദക്ഷിണപാർശ്വ നാടിയാണ്. അഷ്ടദേവത എന്ന് പറയുന്നത് മഹേന്ദ്രിയാണ്. ഇനി ഈശ്വരൻ, ഇവരുടെ ഈശ്വരൻ എന്ന് പറയുന്നത് രാഹുവാണ്. കാരണം രാഹു ദശയിലാണ് ഇവർ ജനിക്കുന്നത്, അതുകൊണ്ട് ഈശ്വരനാണ്. വർണ്ണം എന്ന് പറയുന്നത് പ്രതിലോമ എന്ന ഇതിലാണ് അവർ വരുന്നത്. പിന്നെ അനുജന്മ നക്ഷത്രം ചോതിയാണ്. ത്രിജന്മ നക്ഷത്രം ചതയമാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ ചോതി നക്ഷത്രത്തിൽ നിന്നോ ചതയ നക്ഷത്രത്തിൽ നിന്നോ ആയിരിക്കും. അതുപോലെ ചതയ നക്ഷത്രത്തിന് എന്തെങ്കിലും രീതിയിൽ ഗുണം കിട്ടണമെങ്കിൽ ഒന്നീ ചോതി അല്ലെങ്കിൽ തിരുവാതിര. ഇങ്ങനെ പരസ്പരം ബന്ധമുള്ള ഈ 3 നക്ഷത്രങ്ങളുമാണത്. കണ്ണുനീർ തുള്ളിയാണ് ചിഹ്നം. തീക്കട്ട പോലെ തിളങ്ങുന്ന ഒറ്റ നക്ഷത്രമാണ് തിരുവാതിര. രാഹുർ ദശയിൽ ഇവർ ജനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ ഇഷ്ടദൈവം പരമശിവനാണ്. രാഹുവിനെയും സർപ്പങ്ങളെയും ആരാധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. രാശാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നത് നല്ലതായിരിക്കും. കുതിർന്നവൾ എന്നാണ് ഈ നക്ഷത്രത്തെ വിളിക്കാറ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ആശ്രിത വത്സലനായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടി ഉള്ള ജോലിക്കാരെയും അല്ലെങ്കിൽ തൻ്റെ ആശ്രിതരെയെല്ലാം എപ്പോഴും അവരുടെ ആയിട്ടുള്ള സംരക്ഷണം ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് നോക്കുന്ന ഒരാളായിരിക്കും. അവർക്കുള്ള ശമ്പളം അതെല്ലാം നോക്കുന്ന വളരെ ഒരു ഇതാണ്. അതാണ് ആശ്രിത വത്സലൻ എന്ന് നമ്മൾ ഗുരുവായൂരപ്പനെയൊക്കെ ആശ്രിത വത്സലൻ എന്ന് വിളിക്കും പോലെയാണ് ഈ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന ആൾക്കാർ. സുഹൃത്തുക്കളും ഇവർക്ക് ഉണ്ടാവും. വളരെ സുഹൃത്ത് ബലയം തന്നെ ഉണ്ടാവും. വളരെ രാഷ്ട്രീയപരമായിട്ടായിരുന്നാലെല്ലാം ഇവർക്ക് വളരെ സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരിക്കും. പിന്നെ ഇവർക്ക് ദുർവാശി ഉണ്ടാവും. ചില സമയങ്ങളിൽ വാശി, അത് പിടിക്കുന്നതേ നടക്കൂ. മറ്റുള്ളവർ കൊണ്ടത് മാറ്റാനും സാധ്യമല്ല. മറ്റുള്ളവർക്ക് മതിപ്പുളപ്പാകുന്ന രീതിയിൽ സംഭാഷണം ചെയ്യാൻ ഇവർക്ക് വളരെ കഴിവുണ്ടായിരിക്കും. നല്ലൊരു സംഭാഷണ ചാതുര്യം തന്നെ ഇവർക്കുണ്ടാകും. നല്ല ഓർമ്മശക്തിയായിരിക്കും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇവരോട് എന്തെങ്കിലും നന്മകളോ അല്ലെങ്കിൽ അവർക്ക് തിന്മകളോ വരുത്തിയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും അവർ മറക്കില്ല. അങ്ങനെ ഒരു ഇതുള്ള ഓർമ്മശക്തി ഉള്ളവരായിരിക്കും. ഇവരെ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചാൽ ഈ കൂട്ടർ ഉയർന്ന നിലയിൽ എത്തിച്ചേരും. ഇവരാരെങ്കിലും പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ വളരെ ഉയർന്ന നിലയിൽ അവർ എത്തിച്ചേരുന്ന ഒരു സ്വഭാവക്കാരാണ്. പ്രോത്സാഹിപ്പിക്കാണ്ട് വരെ കളഞ്ഞിരുന്ന ഇവർ ഒരിടത്തും എത്താണ്ടും പോകുന്ന ഒരു നക്ഷത്രമാണ്. മനുഷ്യൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ കഴിവുണ്ടാവും. അത് മനസ്സ് വായിക്കേണ്ട കഴിവ് ഇവർക്കുണ്ടാവും. ഇവരൊരു ഗർവിഷ്ഠരായിരിക്കും. ഒരു പവർ ഉണ്ടാവും. ഇവരെ കണ്ട എപ്പോഴും ഒരു ഗർവിഷ്ഠ രീതിയിലുണ്ട്. അത് ഐശ്വര്യമുള്ള മുഖമായിരിക്കും. എല്ലാ രീതിയിലും മറ്റുള്ളവരെ അവർ സഹായിക്കും. അത് ഇന്ന രീതിയൊന്നുമില്ല. ഏത് രീതിയിലായിരുന്നാലും സ്വന്തം ജീവൻ കൊടുത്തു പോലും അവർ സഹായിക്കുന്നവരാണ്. പലരുമായി പല ബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് മോശം സമയത്താണ് ജനിച്ചതെങ്കിൽ, ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മോശം സമയത്താണെങ്കിൽ നന്ദി കെട്ടവനും കോപിഷ്ഠനും എപ്പോഴും പാപചിന്ത ഉള്ളവനും ധനധാന്യങ്ങൾ യഥേഷ്ടമായി അനുഭവത്തിനില്ലാത്തവനുമായി ഭവിക്കും. അത് വളരെ ഒരു ദാരിദ്ര്യം പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും മോശം സമയത്ത് ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ. ദേഷ്യം ഭയങ്കരമായിരിക്കും. ശപിക്കാനും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് മടിയുണ്ടാവുകയില്ല. ഇവർക്ക് വൈവാഹിക ജീവിതം വളരെ കുറഞ്ഞിരിക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ചൊവ്വാഴ്ച ജനിച്ചാൽ ഇവർക്ക് ഹോമം ദാനം എന്നിവ ചെയ്ത് യമകണ്ഠ ദോഷങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ചിലർ തിരുവാതിര നക്ഷത്രക്കാർ രാഷ്ട്രീയത്തിലും മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങളിലും ശോഭിക്കാം. ചില പ്രത്യേക സംഘടനകളുടെ അമരത്തും ഇവർ വരാം. ചിലരുടെ കണ്ണുകളിൽ ഈ ഇവരുടെ തിരുവാതിര നക്ഷത്രക്കാരുടെ കണ്ണുകളിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിൽ വസുകി എന്ന സർപ്പത്തെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവർ പരമോന്നതമായ സ്ഥാനങ്ങളിൽ അവർ എത്തിച്ചേരും. വളരെ നമ്മൾ ബഹുമാനിക്കുന്ന അധികാരങ്ങളൊക്കെയുള്ള സ്ഥാനങ്ങളിൽ അവർ എത്തിച്ചേരും. തിരുവാതിര നക്ഷത്രക്കാരുടെ തൊഴിൽ വാർത്താവിനിമയം,
മീഡിയ എല്ലാത്തിലും വർക്ക് ചെയ്യാം ഇവർക്ക് സാധിക്കും. ഗതാഗതം, പട്ടാളം, സംഗീതം, പരസ്യകല, പുസ്തകരചന, മരുന്ന് വ്യാപാരം, ജ്യോതിശാസ്ത്രം, നിരൂപണം, ഷോപ്പിംഗ്, കമ്മ്യൂണിക്കേഷൻ, നീതിന്യായം, നാട്യകലകൾ, സെയിൽസ്മാൻ, ക്രമസമാധാനം, സെക്യൂരിറ്റി, കെയർ ടേക്കർ, സൂപ്പർവൈസർ, ഇരുമ്പ് പണികൾ, ഡ്രൈവിംഗ്, കെട്ടിട നിർമ്മാണം എല്ലാം ഇവർക്ക് പറ്റുന്ന തൊഴിലുകളാണ്. ഇനി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധരിക്കാവുന്ന രത്നങ്ങൾ: രാഹുർ ദശയിൽ ജനിച്ചതിനാൽ ഗോമേതകം എന്ന രത്നം ധരിക്കാം. ചുവപ്പും മഞ്ഞയും കൂടിയ ഇളം നിറമാണ് ഗോമേതകത്തിന്. ഗോമേതകത്തിൻ്റെ ഉപരത്നങ്ങളായ ഇന്ത്യൻ ഗോമേതകവും ധരിക്കാം. പിന്നെ ടർക്കോയ്സ് ധരിക്കാം, ടൈഗർ ഐ ധരിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉപരത്നങ്ങൾ. ഏതു ദശയാണോ നടക്കുന്നത് ആ ദശയുടെ നാഥൻ്റെ സ്വാധീനമുള്ള രത്നങ്ങളും ധരിക്കാവുന്നതാണ്. രത്നം ധരിക്കുന്നതിന് ക്യാരറ്റ്, തൂക്കം എന്നിവ കണക്കാക്കേണ്ടതിനാൽ ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല അതിനെ പൂജിക്കണം. അത് ഒരു ദിവസം അത് ധരിച്ചു തുടങ്ങാൻ ഒരു നല്ല ദിവസം നോക്കണം. ഇതൊക്കെ കഴിഞ്ഞാലേ അതിന് പ്രയോജനം കിട്ടുകയുള്ളൂ. തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യവർണ്ണങ്ങൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇവർക്ക് ധരിക്കേണ്ടത്. അത് ഇൻ്റർവ്യൂവിനും മറ്റുള്ള കാര്യസാധ്യത്തിനും പോകുമ്പം അവർക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ ഉളവാക്കാൻ അത് വളരെയധികം സഹായിക്കും. ഇനി രുദ്രാക്ഷമാണ് ധരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഏതു ദശയാണ് നടക്കുന്നതെന്ന് നോക്കുക. ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് ഒരു നൂലിൽ കോർത്തോ അല്ലെങ്കിൽ വെള്ളിയിലോ സ്വർണ്ണത്തിലോ കെട്ടിയോ അത് ധരിക്കാവുന്നതാണ്. സൂര്യദശയാണ് നടക്കണമെങ്കിൽ ഒരു മുഖം ധരിക്കാം. ചന്ദ്രദശ 2 മുഖം, കുജദശ 3 മുഖം, ബുധദശ 4 മുഖം, ഗുരുദശ 5 മുഖം, ശുക്രദശ 6 മുഖം, ശനിദശ 7 മുഖം, രാഹുർദശ 8 മുഖം, കേതുർദശയാണ് നടക്കണമെങ്കിൽ 9 മുഖം. ഇനി എല്ലാ ഗ്രഹങ്ങളുടെയും സ്വാധീനം വേണമെന്നുണ്ടെങ്കിൽ 10 മുഖമുള്ള രുദ്രാക്ഷവും ധരിക്കാം. 11 മുതലുള്ള രുദ്രാക്ഷം ധരിക്കുന്നതിന് പ്രത്യേക കാര്യസാധ്യത്തിനാണ് അത് ധരിക്കുന്നത്. അങ്ങനെയുള്ളവർ അത് ധരിച്ചാൽ മതിയാവും, അല്ലാണ്ട് ധരിച്ചിട്ട് പ്രയോജനമില്ല. പിന്നെ ഗൗരി, ശങ്കരൻ, ഗർഭജ്യോതി, ത്രിച്യുതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളും ധരിക്കാം. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചത്. ഈ സസ്യത്തിൻ്റെ അതായത് കുരുക്കളാണ് രുദ്രാക്ഷമെന്ന് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നവർ ശിവഭക്തരാകണം. അവർ വിഭൂതി ധരിക്കണം. അവർ ശിവനെ ആരാധിക്കണം. ഇവർ മരിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ ലോകത്തേക്ക് ചേരുന്നതാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും പൂജാപരമായതും രത്നധാരണത്തിനും രുദ്രാക്ഷധാരണത്തിനും അങ്ങനെയുള്ള സംശയ നിവാരണത്തിന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുകയോ ചെയ്താൽ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.